കസ്റ്റഡി മർദ്ദന ആരോപണങ്ങളിൽ ആലപ്പുഴ ഡിവൈഎസ്പി മധു ബാബുവിനെ സംരക്ഷിച്ചത് സേനയിലെ ഉന്നത ഉദ്യോഗസ്ഥർ. ആരോപണങ്ങളും പരാതികളും നിലനിൽക്കെ മധു ബാബുവിനെ SP ആക്കി സ്ഥാനക്കയറ്റം നൽകാനും നീക്കമുണ്ടായി. SFI മുൻ നേതാവിനെ കസ്റ്റഡിയിൽ മർദ്ദിച്ച സംഭവത്തിൽ ഗുരുതര പരാമർശമുള്ള ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിൽ ഒരു നടപടിയും ഉണ്ടായില്ല. അതേസമയം മധു ബാബുവിനെതിരെ പരാതിയുമായി കൂടുതൽ പേർ രംഗത്തെത്തി. ഗുരുതര പരാതികളും അന്വേഷണ റിപ്പോർട്ടുകളും അവഗണിച്ചാണ് മധു ബാബുവിനെ SP ആക്കാനുള്ള നീക്കം. സ്ഥാനക്കയറ്റം ലഭിക്കുന്നതിനായി ഈ വർഷം പുറത്തിറക്കിയ DYSPമാരുടെ സീനിയോറിറ്റി ലിസ്റ്റിൽ മധു ബാബുവിനും ഇടം കിട്ടി. അന്വേഷണങ്ങളും നടപടികളുമില്ലെന്ന റിപ്പോർട്ടാണ് സീനിയോറിറ്റി ലിസ്റ്റിൽ മധു ബാബുവിനായി സമർപ്പിച്ചത്. അടുത്ത വർഷം പുറത്തിറങ്ങുന്ന SPമാരുടെ യോഗ്യതാ പട്ടികയിൽ മധു ബാബുവും ഉൾപ്പെടും. പത്തനംതിട്ടയിലെ SFI മുൻ നേതാവിനെ കസ്റ്റഡിയിൽ മർദ്ദിച്ചതിൽ മധു ബാബുവിനെതിരെ ഗുരുതര പരാമർശങ്ങളുള്ള ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടാണ് ഒരു നടപടിയും എടുക്കാതെ പോലീസ് ആസ്ഥാനത്ത് പൂഴ്ത്തിയത്. മധു ബാബു സ്ഥിരമായി കസ്റ്റഡി മർദ്ദനം നടത്തുന്ന ഉദ്യോഗസ്ഥനാണെന്നാണ് മുൻ SP ഹരിശങ്കറിന്റെ റിപ്പോർട്ട്. ക്രമസമാധാന ചുമതലയിൽ നിന്ന് മധു ബാബുവിനെ മാറ്റി നിർത്തണമെന്നും റിപ്പോർട്ടിൽ ശുപാർശയുണ്ട്. പോലീസ് ആസ്ഥാനത്തെ ഉന്നത ഉദ്യോഗസ്ഥനാണ് മധു ബാബുവിനെ സംരക്ഷിച്ചതെന്നാണ് ആരോപണം. മധുബാബുവിനെ പോലെ നിരവധി ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെടുകയും നിരവധി ക്രിമിനൽ കേസിൽ പ്രതിയാവുകയും ചെയ്തിട്ടുള്ള ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഉയർന്ന നിലവാരത്തിലുള്ള ഉദ്യോഗസ്ഥരാണ്. മധു ബാബുവിനെതിരെ പരാതിയുമായി തൊടുപുഴ സ്വദേശി മുരളീധരൻ രംഗത്തെത്തി. തൊടുപുഴ DYSP ആയിരിക്കെ ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് പരാതി. മുരളീധരനെ മധു ബാബു തെറി വിളിക്കുന്നതും മർദ്ദിക്കുന്നതിന്റെയും ശബ്ദരേഖ പുറത്തായി. തെളിവുകൾ മുരളീധരൻ ഹൈക്കോടതിയിൽ ഹാജരാക്കി. പരാതി നൽകിയിട്ടും ഇടപെടലുണ്ടായില്ലെന്നും കേസ് ഒത്തുതീർക്കാൻ ശ്രമം നടന്നുവെന്നും മുരളീധരൻ ആരോപിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.